ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ബിരിയാണി ചോറ് വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് കുറച്ച് അരപ്പ് ആവശ്യമായിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, കാശ്മീരി പിന്നെ 2 स्पून तेरी यादों में रह गए, ये पल की गवाही है, हम रातों में रह गए, जो वादे किए सारे बस बातों में रह गए, बातों बातों में ही, ख्वाबों ख्वाबों में ही मेरे करीब है तू, तेरी तलब मुझको तेरी तलब जाना हो तो कभी रूबरू, शोर शराबा जो सीने में है मेरे कैसे बयां मैं करूं, हाल जो मेरा है मैं किसको बताऊं. ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോഴേക്ക് നമുക്ക് ഈ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് സവാളയും 2 കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു തക്കാളി ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചിരുന്ന ആ ചിക്കനൊന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നല്ലതായ രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് പെരുംജീരകവും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ ബീൻസ് 2-3 അല്ലി വെളുത്തുള്ളി 2-3 കഷ്ണം ഇഞ്ചി അതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതിപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത ആ ഇൻഗ്രീഡിയൻസ് അതെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് ഇതിലേക്ക് എല്ലാം ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളി